ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസും കോളിഫ്ലവറും ചേർത്ത കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നമുക്ക് ഈ സെയിം കറി തന്നെ ഞാനിതിപ്പോൾ പൊട്ടറ്റോയും കോളിഫ്ലവറും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വറുത്തരച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതാവുമ്പോൾ വറുത്തരയ്ക്കേണ്ട കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള രീതിയിലാണ്. ചപ്പാത്തിക്ക് മാത്രമല്ല പൊറോട്ടയുടെയും അപ്പത്തിന്റെയും എല്ലാം കൂടെ കഴിക്കാം. ചോറിന്റെ കൂടെ അത്ര പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കില്ല. മസാലക്കറികൾ നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങാണ് ആ മസാലക്കറികളിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസും കോളിഫ്ലവറും ചേർത്ത ഈ ഒരു മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കോളിഫ്ലവർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ കോളിഫ്ലവർ ഒരു മീഡിയം വലിപ്പത്തിലുള്ളത് മുറിച്ച് കഴുകി വെള്ളത്തിലിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ തിളച്ച വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കും. അതിനുശേഷമാണ് കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം വാഷ് ചെയ്തിട്ടാണ് കോളിഫ്ലവർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഫ്രോസൺ പീസാണ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ 8 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഗ്രീൻ പീസ് ഓവറായിട്ട് കുക്കായി പോവാതിരിക്കുക, അത്രയും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, ഈ വലിപ്പത്തിലുള്ള ഒരു പീസ് പട്ട, പിന്നെ നമ്മുടെ പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഞാനിപ്പോൾ ഗരം മസാലപ്പൊടിയിൽ കുരുമുളക് ചേർത്ത് പൊടിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലപ്പൊടി ആണെങ്കിൽ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർക്കുക. അത് നമ്മുടെ എരിവനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ 2 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു സവോള, മഞ്ഞൾപ്പൊടി, മല്ലിയില, കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 10 അല്ലി വരെ എടുക്കാം. പിന്നെ തക്കാളി, പുളി താല്പര്യം അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പീസ് തക്കാളിയെ ചേർക്കുന്നുള്ളൂ, വലിയ തക്കാളി ചേർക്കുന്നില്ല. തക്കാളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വലിയ തക്കാളി ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോളിഫ്ലവറിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ കറിയിൽ മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുപോലെ തന്നെ സവോള ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കോളിഫ്ലവറും നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും 4-5 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ കറി ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം, ഈ പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയും കൂടെ. ഇല്ലെങ്കിൽ ലാസ്റ്റ് പെരിഞ്ജീരക പൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാം. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും. പിന്നെ ഇതിലേക്ക് ഇപ്പം മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ ഗ്രീൻ പീസ് നമ്മൾ ഡ്രൈ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചോളും. ഇനി സവോളയൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊന്ന് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡറാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി. ഇപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കുക. ഇനി പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കാം. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. ആ സമയത്ത് തന്നെ നമ്മുടെ പൊടികളുടെ ആ ഒരു റോ സ്മെല്ല് മാറി വന്നോളും.
നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തക്കാളിയും കുക്കാവും, പൊടികളും കുക്കാവും. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് അങ്ങ് മാറിപ്പോവാം, വെള്ളത്തിൻ്റെ പച്ചച്ചുവ വരും. അപ്പോൾ നമ്മുടെ തക്കാളി കുക്കായി തുടങ്ങുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർക്കാൻ പോവാണ്. തക്കാളി ഒന്ന് കുക്കായി കിട്ടാനാണ് നമ്മളിപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കോളിഫ്ലവറിനും ഗ്രീൻ പീസിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇപ്പോൾ ചേർക്കുന്നില്ല. കോളിഫ്ലവർ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴേ ഗ്രീൻ പീസ് ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസിന് അധികം കുക്കിംഗ് ടൈം ഇല്ല. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. കോളിഫ്ലവറും ഈ മസാലയും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി വെള്ളം ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവർ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. കുറച്ചുകൂടി വെള്ളം വേണം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ അടച്ച് തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. കോളിഫ്ലവറിൻ്റെ ഇതളുകളുടെ വലിപ്പം അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ച് വയ്ക്കാം. ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴാണ് ഞാനിനി ഗ്രീൻ പീസ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. കോളിഫ്ലവർ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയി. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. കോളിഫ്ലവർ കുക്കായി വന്നിട്ടുണ്ട്. ഹാഫ് കുക്കായിട്ടുള്ളൂ, ഫുള്ളായിട്ട് കുക്കായിട്ടില്ല. പിന്നെ ഇതിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1-1.5 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി റെഡി ആയി കഴിയുമ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലവർ ചേർക്കുന്നില്ല. ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഗ്രീൻ പീസും കുക്കായി വരണം. അപ്പോൾ നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത ഗ്രീൻ പീസാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട. കോളിഫ്ലവർ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയി കഴിയുമ്പോൾ ചേർത്താൽ മതി കുക്ക് ചെയ്ത ഗ്രീൻ പീസ്. ഇത് കുക്ക് ചെയ്യാത്ത ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. ഇനി ഗ്രീൻ പീസും കൂടി കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ഗ്രീൻ പീസും എല്ലാം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എരിവ് ചെക്ക് ചെയ്തു, എരിവ് കറക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. അപ്പോൾ പെരിഞ്ജീരകം ആദ്യമേ ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കണമെന്നില്ല. പക്ഷെ അവസാനം പെരിഞ്ജീരകം ചേർക്കുമ്പോൾ കൂടുതലായിരിക്കും കറിയിൽ പെരിഞ്ജീരകത്തിൻ്റെ സ്മെല്ല്. പെരിഞ്ജീരകം ഇഷ്ടമുള്ള ആളുകൾക്ക് അവസാനം ചേർക്കായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഒരു 2 പിഞ്ച് പഞ്ചസാര. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ എരിവും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ കറി നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള കറിയായിട്ടാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഗ്രേവി താല്പര്യമില്ല, കുറച്ചുകൂടി ഒന്ന് മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഒന്നും ഉടഞ്ഞങ്ങ് പോയിട്ടില്ല, ഓവറായിട്ട് അങ്ങ് കുക്കായി പോയിട്ടില്ല, ആവശ്യത്തിന് കുക്കായിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഇത് കണ്ടോ.
അപ്പോൾ അധികം ഗ്രേവി ഇല്ല, തിക്കായി തുടങ്ങുന്നുണ്ട്. കറിയുടെ ചൂട് മാറി വരുന്നതനുസരിച്ച് ഗ്രേവിയുടെ തിക്നെസ് കൂടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കോളിഫ്ലവറും ഗ്രീൻ പീസും ചേർത്ത് കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ആ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.